നമസ്കാരം, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു പഴങ്കഞ്ഞി റെഡിയാക്കിയാലോ. ഞാനിതാ ഒരു പാത്രത്തിലെ ഒരു ബൗളിലേക്ക് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളോട് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ചെറുള്ളിയും ഒരു 3 പച്ചമുളക് കൂടെ ചതച്ച് വെച്ചാണ്, അതോടെ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് നന്നായിട്ട് വേവിച്ച കുറച്ച് കപ്പ കൂടെ നമുക്ക് ഇടാം. ഇനി നമുക്ക് കുറച്ച് മാങ്ങ അച്ചാറിടാം അതിനകത്തേക്ക്. നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചാണ് ഗൈസ്, കണ്ടോ. നല്ല പച്ചമുളക് ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് ഈ ഉപ്പ്, നല്ല പുളി പിടിച്ച ഉപ്പും എരിവും എല്ലാം കൂടെ പിടിച്ചാണ് ഇതിനകത്തുനിന്ന് ഒരു 2 ചെറിയ സ്പൂണിൽ 2 തവി ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ പച്ചമുളക് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഇതിനകത്തുനിന്ന് ഒരു 2 പച്ചമുളക് കൂടി ഞാൻ ഇതിനകത്തോട്ട് ഇടുകയാണ്. അപ്പോൾ പഴങ്കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നെല്ലിക്കായി മുളക് കൂടെ എടുത്തിരിക്കുന്നത്. ഭയങ്കര ടേസ്റ്റായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിക്കാം. ഇതിനി നല്ലപോലെ നമുക്ക് ഇളക്കി ഒന്ന് റെഡിയാക്കാം. ഇനി നമുക്ക് ഇത് നോക്കിയിട്ട് ഇതിനകത്ത് വേണമെങ്കിൽ ഒരു ശകലം ഉപ്പ് കൂടെ ഇടാം. കാരണം ഞാൻ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചതിൻ്റെ ആ ഉപ്പ് ഞാൻ നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉപ്പ് നല്ലപോലെ ഇതിനകത്ത് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമൊന്ന് തോന്നിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഉപ്പ് ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ പഴങ്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടോ, നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല കുറച്ച് മാങ്ങാച്ചാറുണ്ട്, മാങ്ങാച്ചാറും അതുപോലെ തന്നെ നമുക്ക് നെല്ലിക്ക ഉണ്ട്, ശകലം നെല്ലിക്കായും എല്ലാം കൂട്ടി ഈ പഴങ്കഞ്ഞി നമുക്ക് കഴിച്ച് നോക്കാം. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ശരി, എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ് ഗീത സാബു.